പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനത്തിൽ കർത്താവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ മനസ്സിനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ശിയാപ്രവചനം 40:13 റോമാലേഖനം 11:34 നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആർ, അവന് മന്ത്രിയായിരുന്നവൻ ആർ. 1 കൊരിന്ത്യർ 2:16 കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാവുന്നവൻ ആർ, നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകും. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്ന തലയോളം വളരണം. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് തന്നെയാണ് നാം ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ ആകണം. കർത്താവിൻ്റെ ഗുണവിശേഷങ്ങൾ നമ്മൾ നോക്കിയാൽ വിശ്വാസം, പ്രത്യാശ, ദാനം ചെയ്യുവാൻ ഇഷ്ടമുള്ളവൻ, വെർച്യു അല്ലെങ്കിൽ ശ്രേഷ്ഠൻ, ക്ഷമയുള്ളവൻ, വിനയം ഉള്ളവൻ എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ കർത്താവിൻ്റെ മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ചില ഗുണഗണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഹി മെയ്ഡ് ഹിംസെൽഫ് ഓഫ് നോ റെപ്യൂട്ടേഷൻ, പ്രശസ്തി ആഗ്രഹിക്കാത്ത, അങ്ങനെ ഒരു 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 മറുവില് ആഗ്രഹിക്കാത്ത ഒരു നല്ല കർത്താവ്. നമുക്കറിയാം, സ്വർഗത്തിൽ നിന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപമെടുത്ത വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയെന്ന് യേശു കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കും. യെരമ്യാ പ്രവചനം 31:3 നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. കർത്താവ് നമ്മളോട് കാണിച്ച സ്നേഹം എത്ര വലിയതാണ്. ആ കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. നമ്മളിവിടെ വായിച്ചത് ദാസരൂപമെടുത്തു, നമ്മുടെ യേശു കർത്താവ് ദാസരൂപമെടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഹല്ലേലൂയ. അതുപോലെ ആ ദൈവത്വം മാറ്റി മനുഷ്യ സാദൃശ്യത്തിലായി തീർന്നു. അതുപോലെ 4, ഹി ഹംബിൾഡ് ഹിംസെൽഫ്, തന്നെത്താൻ താഴ്ത്തി. അതുപോലെ യേശു കർത്താവിൻ്റെ അനുസരണം, ഹി ബിക്കെയിം ഒബീഡിയന്റ് അൺടു ഡെത്ത്, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ പ്രധാനപ്പെട്ട 5 ക്യാരക്ടേഴ്സാണ് നമ്മളിവിടെ കണ്ടത്. ഹി മെയ്ഡ് ഹിംസെൽഫ് ഓഫ് നോ റെപ്യൂട്ടേഷൻ, പ്രശസ്തി ആഗ്രഹിക്കാതെ, ആമേൻ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതിരുന്നു. 2, ദാസരൂപമെടുത്തു. 3, മനുഷ്യ സാദൃശ്യത്തിലായി. 4, തന്നെത്താൻ താഴ്ത്തി. 5, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിത്തീർന്നു. നമ്മുടെ കർത്താവിൻ്റെ ക്വാളിറ്റീസ് നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ദൈവജനത്തിൽ നിന്ന് കാണുവാൻ കഴിയും. നമ്മുടെ കർത്താവ് സ്നേഹിക്കുന്ന കർത്താവാണ്. നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്ന കർത്താവാണ്. നമ്മുടെ യേശു കർത്താവ് വിനയമുള്ളവനാണ്, അനുകമ്പയുള്ളവനാണ്, സൗമ്യതയുള്ളവനാണ്, സ്വയ നിയന്ത്രണം ഉള്ളവനാണ്. അതുപോലെ ക്ഷമയുള്ള നമ്മുടെ കർത്താവ്, ഹല്ലേലൂയ, അനുസരണമുള്ള കർത്താവ്, വിശ്വസ്തനായ, പ്രാർത്ഥിക്കുന്ന. നമ്മുടെ യേശു കർത്താവ് നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. നമുക്കറിയാം, മലമുകളിൽ കയറിപ്പോയി പ്രാർത്ഥിക്കുന്ന അനുഭവം, പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്ന അനുഭവമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിനെ കുറിച്ച് നമ്മുടെ ഒരു കളക്ടർ നൂഹ് പറഞ്ഞ ഒരു സെന്റൻസ് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. കേരളം നല്ല സംസ്ഥാനമാണ് ജീസസ് കാണിച്ച മാതൃക പിൻപറ്റിയാൽ. ഹല്ലേലൂയ. എത്ര അർത്ഥവത്തായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കേരളം നല്ല സംസ്ഥാനമാണ് യേശു കർത്താവ് കാണിച്ച മാതൃക പിൻപറ്റിയാൽ. പ്രിയ സഹോദരിമാരെ, ദൈവമക്കളെ, ദൈവം നമ്മളെ നല്ല ഒരു സ്ഥലത്ത് ജനിക്കുവാൻ, വളരുവാൻ ഒക്കെയും ദൈവം അവസരം തന്നുവെങ്കിൽ, ഈ ദേശത്ത് കർത്താവ് നമ്മൾക്ക് കാണിച്ച മാതൃക, അതിലൊട്ടും അതിൻ്റെ ക്വാളിറ്റീസ് അതിനൊന്നും കുറവ് വരാതെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട്
നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി ആമേൻ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.